സംസ്ഥാനത്തെ പോലീസ് സേനയുടെ ക്രിമിനൽ വൽക്കരണത്തിനും ആഭ്യന്തര വകുപ്പിനുമെതിരെ യൂത്ത് ലീഗ് പൊന്നാനി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി. ക്രിമിനൽ പോലീസും മാഫിയ മുഖ്യനും എന്ന വിഷയത്തിലാണ് പൊന്നാനി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ അഷ്റഫ് കോക്കൂർ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം യൂത്ത് ലീഗിന്റെ സമരഭടന്മാർ ഇന്ന് മാർച്ച് നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. മാർച്ചിന് ആധാരമായ കാര്യങ്ങളെ സംബന്ധിച്ചൂടെ സൂചിപ്പിച്ചു കഴിഞ്ഞു, ഞാൻ വിശദീകരിക്കുന്നില്ല. ഇന്നലെ നേരം പുലരുമ്പോൾ നമ്മൾ നിൽക്കുന്ന പൊന്നാനി സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ആ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടത്തിയ ഏറ്റവും മോശപ്പെട്ട ചില വാർത്തകൾ കേട്ടുകൊണ്ടാണ് കേരള ജനത ബ്രേക്കിംഗ് ന്യൂസ് കേട്ടുകൊണ്ടാണ് നമ്മളെ കൊണ്ടിരുന്നത്. എന്തൊരു ആഭാസമാണിത്! കേരള സംസ്ഥാനത്ത് ഈ അടുത്ത കാലത്ത് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് നമ്മുടെ പോലീസ് സേന ലോകത്തിന് തന്നെ മാതൃകയാണ് എന്നാണ്. അങ്ങനെയൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പുറത്തു വരുന്ന വാർത്തകൾ എന്താണ്? ഒരു പോലീസ് SP അദ്ദേഹം നടത്തിയ ഏറ്റവും മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല. യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് ഷബീർ ബിയും അധ്യക്ഷനായി. യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ യുവജന പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് മാർച്ച് നടന്നത്. നീതിപൂർവ്വം നിയമ സംവിധാനത്തെ കൊണ്ടുപോകുന്നതിന് പകരം ഭീഷണിപ്പെടുത്താനും പീഡിപ്പിക്കാനും ശ്രമം നടത്തുന്ന പോലീസിലെ ക്രിമിനൽ സംഘത്തെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് യൂത്ത് ലീഗ് മുന്നറിയിപ്പ് നൽകി. പൊന്നാനി ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പോലീസ് സ്റ്റേഷന് മുന്നിൽ ബാരിക്കേഡ് തീർത്ത് പോലീസ് തടഞ്ഞു. മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് PP യൂസഫ് അലി, യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി KC ഷിഹാബ്, യൂത്ത് ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KA ബക്കർ, മണ്ഡല ഭാരവാഹികളായ ട്രഷറർ CK അഷ്റഫ്, KV റഫീഖ്, A റൌഫ്, അഡ്വക്കേറ്റ് നിയാസ് എന്നിവർ നേതൃത്വം നൽകി. NCV ന്യൂസ് പൊന്നാനി. ഓണത്തെ വരവേറ്റ് എടപ്പാൾ ബ്യൂട്ടി സിൽക്സ്. ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 30 വരെ ബ്യൂട്ടി സിൽക്സ് മിന്നിച്ചോണം. സ്ക്രാച്ച് ആൻഡ് വിന്നില്ല, നറുക്കെടുപ്പില്ല, കൈ നിറയെ വാരിക്കോരി സമ്മാനങ്ങൾ. ബ്യൂട്ടി സിൽക്സ്, കാലിക്കറ്റ് റോഡ്, എടപ്പാൾ.